ആ ടിപ്പു സുൽത്താനെ പോലെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒന്നാന്തര കൊള്ളക്കാരനാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണ നേതൃത്വം. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും ഖജനാവ് മുഴുവൻ കട്ടുമുടിച്ചു. എല്ലാ ക്ഷേത്രങ്ങളും കൊള്ളയടിച്ചു. ശബരിമലയും ശാസ്താംകോട്ടയും വൈക്കത്തപ്പനും ഗുരുവായൂരും ബാലുശ്ശേരി കോട്ടയും അങ്ങനെ അറിയപ്പെടുന്ന എല്ലാ ക്ഷേത്രങ്ങളിലെ സ്വർണവും വൈരവും എല്ലാം കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു. നേരത്തെ തുടങ്ങിയതാണ്. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണമെടുക്കാൻ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതലേ ആരംഭിച്ച നീക്കമാണ്. അച്യുതാനന്ദൻ മഹാനായ നേതാവാണെന്ന് ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട്. ശരിയാണ്, മരണശേഷം നമ്മൾ ആരും അദ്ദേഹത്തെ കുറ്റം പറയാറില്ല. പക്ഷെ VS അച്യുതാനന്ദന്റെ കാലത്ത് തുടങ്ങിയതാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ലക്ഷക്കണക്കിന് കോടി രൂപ വരുന്ന സ്വർണശേഖരവും വൈരവും എല്ലാം എടുത്ത് സർക്കാർ ഖജനാവിലേക്ക് അടയ്ക്കാനുള്ള ദുരൂഹമായ നീക്കം അന്നുണ്ടായിരുന്നു. തിരുവിതാംകൂറിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അതിനെ ചെറുത്ത് തോൽപ്പിച്ചത് കൊണ്ടാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം അന്ന് എടുക്കാൻ കഴിയാതെ പോയത്. പക്ഷെ ശബരിമലയിൽ അവർ വിജയകരമായി പൂർത്തിയാക്കി. ഒരു അന്വേഷണം നടക്കുന്നുണ്ട്, ഞാൻ അതിൽ കടക്കുന്നില്ല. വാസുവിനെ ഇതുവരെ പിടിച്ചിട്ടില്ല. കടകംപള്ളിയെ കുറിച്ച് മിണ്ടുന്നില്ല. കടകംപള്ളി വാസു എന്താണ് പറയുന്നത് എന്ന് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. വാസുവും ശങ്കർദാസും പത്മകുമാരനും എല്ലാം അറിയുമെങ്കിൽ എല്ലാം കടകംപള്ളിക്കും വാസവനും അറിയാതിരിക്കില്ല. കോടിക്കണക്കിന് രൂപയുടെ സ്വർണമാണ് എടുത്തുകൊണ്ടുപോയിരിക്കുന്നത്. പണ്ട് കാലത്ത് അറംഗസീബും മുഹമ്മദ് ഗസ്നിയും മുഹമ്മദ് ഗോറിയും അക്ബറും ബാബറും ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച ചരിത്രം ഇന്ത്യ ചരിത്രത്തിന് പറയാനുണ്ട്. വലിയ കൊള്ളയാണ് ആ രാജ്യം മുഴുവൻ നമ്മൾ അന്ന് കണ്ടത്. കേരളത്തിലാണെങ്കിൽ അങ്ങ് മൈസൂരിൽ നിന്ന് ശ്രീരംഗപട്ടണത്ത് നിന്ന് ടിപ്പു സുൽത്താൻ വന്ന് വൈക്കം വരെ, വൈക്കം പത്മനാഭപിള്ള എന്ന് പറയുന്ന ഒരു മഹാനായ പോരാളി അവിടെ ഉണ്ടായത് കൊണ്ടാണ്. അല്ലെങ്കിൽ ടിപ്പുവിന്റെ പടയോട്ടം തിരുവിതാംകൂറിലും എത്തുമായിരുന്നു. ആ ടിപ്പു സുൽത്താനെ പോലെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒന്നാന്തര കൊള്ളക്കാരനാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണ നേതൃത്വം. നമ്മള് ബാങ്ക് കൊള്ളയടിക്കാൻ വരുന്നവരും വീട് കുത്തി തുറക്കാൻ വരുന്നവരും എന്താ ചെയ്യുക? ആദ്യം ഒരു വീടായാലും, ഒരു പണക്കാരന്റെ വീടായാലും, ഒരു ബാങ്ക് ആയാലും കൊള്ളയടിക്കാൻ വരുമ്പോ ആദ്യം ഗേറ്റ് വാന അടിച്ച് താഴെ ഇടും, ഇല്ലേ? അതാണ് ശബരിമലയിൽ ദ്വാരപാലകൻ എന്ന് പറഞ്ഞാൽ ശബരിമല അയ്യപ്പന്റെ കാവൽക്കാരാണ്. ദ്വാരപാലകരെ ആദ്യം കൊണ്ടുപോയി. പിന്നെന്താ ചെയ്യുക? വാതിൽ പൊളിക്കും, ഇല്ലേ? ഒരു കള്ളൻ എന്താണ് ചെയ്യുന്നത്? ആദ്യം ഗേറ്റ് വാന അടിച്ച് താഴെ ഇടും, പിന്നെ വാതിൽ പൊളിക്കും. ശബരിമല അയ്യപ്പന്റെ വാതിൽ മുഴുവൻ എടുത്ത് സ്വർണം കൊണ്ടുപോയി. പിന്നെ എന്താണ്? ചുമര് കുത്തും, ഇല്ലേ? ശബരിമല അയ്യപ്പന്റെ ചുമരിലെ സ്വർണം മുഴുവൻ കൊണ്ടുപോയി. അവസാനമാണ് നമ്മുടെ ഷെൽഫിലെ പണം എടുക്കുക. അതുപോലെയല്ലേ ഒരു മാസം കൂടി വൈകിയിരുന്നെങ്കിൽ ശബരിമല അയ്യപ്പന്റെ വിഗ്രഹം കൂടി